നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും തലപ്പൊക്കുന്നു. വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും 2,87,00,000 രൂപ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ആ റിപ്പോർട്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും EDയും നടത്തിയ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് ഏതാണ്ട് നിലച്ച മട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ED റെയ്ഡുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED കുറച്ച് നാളുകൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലും അതുപോലെ തന്നെ പിണറായി വിജയന്റെ പിണറായി മുക്കിലുള്ള വീട്ടിലുമെല്ലാം റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 തവണ ഏതാണ്ട് 10 മണിക്കൂറിലധികം നേരം നീളുന്ന ചോദ്യം ചെയ്യലിന് വേണ്ടി വീണയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. വീണ ചോദ്യം ചെയ്യലിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് വീണയുടെ ബാങ്ക് പാസ്ബുക്കുകൾ, ഫോൺ, അതുപോലെ മറ്റൊരു ഡയറി എന്നിവയും ED കൊണ്ടുപോവുകയുണ്ടായി. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 19 കോടി രൂപ ED മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തിരുവനന്തപുരം HDFC ബാങ്കിൽ ഉണ്ടായിരുന്ന വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് EDയുടെ മറ്റു നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ED പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ റെയ്ഡ് ചെയ്യാനെത്തിയതിനെ തുടർന്ന് അവിടെ നിന്നും ED റെയ്ഡ് കഴിഞ്ഞ് പോകുമ്പോൾ ED ഉദ്യോഗസ്ഥരെ പിണറായി വിജയന്റെ പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ ആക്രമിക്കുകയും അതേ തുടർന്ന് പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. കണ്ടാലറിയാവുന്ന 300 പേർക്ക് എതിരെ കേസെടുത്തു. അതുപോലെ 26 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് അതിൽ നിന്നും 9 പേർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ EDയുടെ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോകുന്നതായി കണ്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ വിജയന്റെ ഭർത്താവായ മുൻ മന്ത്രിയായ ഇപ്പോഴത്തെ MLA ആയ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള ചില സുഹൃത്തുക്കളുടെ വീടും അതുപോലെ അവരുടെ ഫ്ളാറ്റും ഓഫീസും കേന്ദ്രീകരിച്ച് ED 8 ഇടങ്ങളിലായി റെയ്ഡ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ED റെയ്ഡ് ചെയ്തപ്പോൾ വീണയുടെ ഡയറിയും ഫോണും പിടിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ നിന്നാണ് വീണയുടെ പ്രവർത്തിക്കാത്ത എക്സാലോജിക് പോലെ തന്നെയുള്ള മറ്റൊരു കടലാസ് കമ്പനിയായ ഒരു കമ്പനിയെക്കുറിച്ച് EDക്ക് കൃത്യമായ വിവരം കിട്ടുന്നത്. ഈ കമ്പനി കോഴിക്കോട് തന്നെയുള്ള ഒരു അഡ്രസ്സിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ കമ്പനി നിലവിലില്ല എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അല്ലെങ്കിൽ വീണ വിജയന്റെ ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുള്ള മുഹമ്മദ് റിയാസിന്റെ ചില പേര് വിവരങ്ങൾ വീണയുടെ ഡയറിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരം ആളുകളുടെ വീട് ഇപ്പോൾ റെയ്ഡ് ചെയ്യുന്നത്. ഒരു നിഖിൽ എന്ന് പറയുന്ന DYFIയുടെ സജീവ പ്രവർത്തകൻ, ഒന്ന് നന്ദുലാൽ എന്ന് പറയുന്ന ഒരാൾ. ഇവർ രണ്ടുപേരും മുഹമ്മദ് റിയാസ് മന്ത്രിയായിരുന്നപ്പോൾ സജീവ പ്രവർത്തകരായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ ഇടം കൈയും വലം കൈയുമായി പ്രവർത്തിച്ചിരുന്ന ആളുകളുമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത്തരം EDയുടെ അന്വേഷണങ്ങളും അല്ലെങ്കിൽ റെയ്ഡ് നാടകങ്ങളും എല്ലാം വെറും പ്രഹസനം മാത്രമാണ് എന്നുള്ളതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. ഇത് ഏത് വിധേനയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന CPMന്റെ നേതാക്കളെ തകർക്കുക, മുൻപ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്നിപ്പോൾ പിണറായി വിജയനെ തകർക്കുന്നതിന് വേണ്ടി ED തുടങ്ങിയ ചില അന്വേഷണങ്ങളുടെ പരിണിത ഫലം അല്ലെങ്കിൽ ബാക്കി പത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇത് വെറും നാടകങ്ങൾ മാത്രമാണ്, ഇതിനെ കാര്യമായി എടുക്കുന്നില്ല. അഥവാ CPMനെ തകർക്കാൻ ഇത്തരം പൊറോട്ട് നാടകങ്ങൾ കൊണ്ടൊന്നും സാധ്യമാകില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തിരിച്ചടിച്ചത്. എന്നാൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ റെയ്ഡിന് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ വിജയനും മുഹമ്മദ് റിയാസിനും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട്. വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയ 2,87,00,000 ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്? അത് പിന്നീട് മറ്റൊരു കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു, അതോ പിണറായി വിജയന്റെ വീടിനോട് അടുത്ത് തന്നെ ഒരു 80 സെന്റ് സ്ഥലം വീണ വിജയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി വിനിയോഗിച്ചോ എന്നൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പിണറായിയിലെ വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടി ED നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്ത് തന്നെയായാലും ഇപ്പോൾ മാസപ്പടി വിവാദം വീണ്ടും കത്തിയാളുന്നു. ഈ സാഹചര്യത്തിൽ ED കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത് വലയത്തിലുള്ള 8 പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി റെയ്ഡ് നടക്കുന്നു, കൃത്യമായ പ്ലാനോടുകൂടി റെയ്ഡ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ പേര് വിവരങ്ങളിലെല്ലാം
പേര് വിവരങ്ങളെല്ലാം ലഭിച്ചത് വീണയുടെ ED കടത്തിക്കൊണ്ടുപോയ ഡയറിയിൽ നിന്നാണ്. വീണയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ഫോണിൽ ക്ലൗഡിൽ സൂക്ഷിച്ചിരുന്ന വിവരങ്ങളാണ് ഇപ്പോഴുള്ള റെയ്ഡിലേക്ക് ED ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്തിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും മാസപ്പടി വിവാദം മറ്റൊരു വിഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. പിണറായി വിജയൻ പറയുകയുണ്ടായി നിയമസഭയിൽ, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല. വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. എൻ്റെ മകളായതിൻ്റെ പേരിൽ അവർക്ക് ഒരു വ്യാപാരം അല്ലെങ്കിൽ ഒരു വ്യവസായം നടത്താൻ പാടില്ലായല്ലോ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായ ഇടപാടാണ് CMRL എക്സാലോജിക്ക് ഇടപാട്. അതിന് GST അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ വേട്ടയാടുന്നത്? വെറുതെ വീട്ടിലിരിക്കുന്നവരെ നിയമസഭയിലേക്ക് വലിച്ചഴിക്കേണ്ട എന്നാണ് അന്ന് മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടനോട് മുഖ്യമന്ത്രി കയർത്തുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ ആ കളിയെല്ലാം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ വീട്ടുകാർക്കോ, അതായത് വീണ വിജയനോ മുഹമ്മദ് റിയാസിനോ ഒക്കെ CMRL കോഴയുമായി മാസപ്പടിയുമായി ബന്ധപ്പെട്ട് മടിയിൽ കനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ അവർ വട്ടമിട്ട് പറക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഹമ്മദ് റിയാസും വീണയും EDയുടെ റഡാറിലായിരിക്കുന്നു. ഇതിനുശേഷം പിണറായി വിജയനിലേക്കും അന്വേഷണം കടന്നു ചെല്ലും എന്നുള്ളതാണ് പറയാൻ കഴിയുക. എന്തായാലും ED മറ്റൊരു വഴിത്തിരിവിലേക്ക് അന്വേഷണ മാർഗത്തിലേക്ക് കടന്നിരിക്കുന്നു. കോഴിക്കോട് 8 ഇടങ്ങളിലായി റെയ്ഡ് നടക്കുമ്പോൾ അത് മുഹമ്മദ് റിയാസിനെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നു. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക.